ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അവരൊരു കപ്പ് പാലും 2 മുട്ട പുഴുങ്ങിയതായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു കപ്പ് കഷായം കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ഇത് നമുക്ക് ഓരോ ദിവസം ഓരോന്നായിരിക്കും. ചില ദിവസം പഴം പുഴുങ്ങിയതായിരിക്കും, ചില ദിവസം കാടമുട്ട ആയിരിക്കും, അങ്ങനെ ഓരോന്നായിരിക്കും. ഇതാ നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ് കേട്ടോ. റൂം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബാൽക്കണി ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. മുകളിൽ കുറേ പക്ഷികളെയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ കുഞ്ഞാവനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് അവരോട് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ തെറാപ്പിസ്റ്റ് ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തലയിൽ നിറച്ച് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്ത് തരും. നല്ല റിലാക്സേഷൻ ആണ് കേട്ടോ ഇത്. കഴിഞ്ഞാൽ ഫേസിൽ ഫേസ് പാക്ക് ഇട്ടിട്ട് ഫേസും ഫുൾ ബോഡിയൊക്കെ അവരും മസാജ് ചെയ്ത് തരും. ചില ദിവസം നമുക്ക് ഇലക്കിഴി പൊടിക്കിഴി അങ്ങനെ ഒരു കിഴികളുണ്ടായിരിക്കും. ഇതെനിക്ക് ഡെലിവറിക്ക് ശേഷം വന്ന ബാക്ക് പെയിനൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് ഇതിന് പോകുന്ന, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടണം. അത് മാത്രമല്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള മസാജും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. ഇത് ട്രെയിനിങ് കഴിഞ്ഞ തെറാപ്പിസ്റ്റുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡും കാര്യങ്ങളൊക്കെ അവർ തരും. അങ്ങനെ ഒരു കൂലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമുക്കിങ്ങനെ മുടി പുകപ്പിക്കും. ഇതിനെന്തോ ഒരു പേര് പറയും കേട്ടോ, അത് ഞാൻ മറന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. നല്ല സുഖമാണ്. ഇപ്പോഴത്തെ തെറാപ്പിസ്റ്റ് ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു 11 മണിയൊക്കെ ആയപ്പോൾ കഞ്ഞി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാൽക്കഞ്ഞിയാണ്. ഓരോ ദിവസം ഓരോന്നായിരിക്കും. മുട്ടച്ചോറുണ്ടാവും, ഗോതമ്പ് കഞ്ഞി ഉണ്ടായിരിക്കും, അതുപോലെ മരുന്ന് കഞ്ഞി, അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ നമുക്ക് ലഞ്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ബിരിയാണി ഒന്നല്ല, വീക്കിലി നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതും ഓരോ ദിവസം മാറി മാറിയിട്ടായിരിക്കും തരിക. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മളെ ഡോക്ടർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ വീക്കിലി 2 പ്രാവശ്യമൊക്കെ ആയിട്ട് വരാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓക്കെ അല്ലേ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കപ്പ് കഷായം, ഇതും എന്നും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നൈറ്റൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നമുക്ക് ഇന്ന് ചോറാണ്. ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി പറയാം, അത് ഓപ്ഷണലാണ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഡേ പോകുമ്പോൾ എടുത്ത വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവരവിടെ നമുക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഉണ്ണിയുടെ ഫോട്ടോ ഒക്കെ വെച്ചുള്ള ഫ്രെയിം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ലേക്കും കാര്യങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊന്നാനിയുള്ള മമ്മ ആൻഡ് ബേബി എന്ന് പറഞ്ഞ പോസ്റ്റ്മെൻ്റ് സെൻറ്റർ കയറിക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. 21 ദിവസത്തെ പാക്കേജ് ആയിരുന്നു. എനിക്കെല്ലാം കൊണ്ട് അവിടെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.